ഹലോ, എല്ലാവർക്കും ചാർ വി എസ് പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതിയുടെ ജിമിനിയും മഹേന്ദ്രൻ്റെ താറും തമ്മിൽ താരതമ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ഗുണം കൂടുതലാണ് ഈ മാരുതിയുടെ ജിമിനിക്ക്. അതെന്താണെന്ന് നോക്കാം. വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൾ ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. നമ്പർ 1, താറിനെ അപേക്ഷിച്ച് ഈ ഒരു വാഹനം സിറ്റി ഡ്രൈവിനും അതേപോലെ തന്നെ ലോങ് ഡ്രൈവ്, നമ്മുടെ പേഴ്സണൽ ആവശ്യം, അതേപോലെ തന്നെ ഓഫ് റൈഡർ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്കൊരു കാറ് യൂസ് ചെയ്യുന്ന മാതിരി നമ്മുടെ മാരുതിയിൽ തന്നെ വരാം. നമുക്കൊരു ബലീനോ കാർ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു രീതിക്കാണ് കേട്ടോ ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓട്ടിക്കാനും അതേമാതിരി ഒരു സ്മൂത്താണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻഡിക്കേഷൻ ലാമ്പ് ഒരു യെല്ലോ ലൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സർക്കിൾ ടൈപ്പാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് ഇപ്പുറേ കാണുന്നതാണ് അതിൻ്റെ ഹെഡ്ലൈറ്റ്, ഹലോജനാണ്. അതിൽ തന്നെയാണ് അതിൻ്റെ പാർക്ക് ലാമ്പും വരുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്, സർക്കിൾ ടൈപ്പാണ് ഇതും കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ റേഡിയേറ്റർ ഗ്രില്ലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു സ്റ്റീലിൻ്റെ കളറുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു നെറ്റാണ്, അത് ബ്ലാക്ക് കളറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ 2, ഇതൊരു ഹെഡ്ലൈറ്റിൻ്റെ സ്പ്രേ നോസിലാണ്. ഇത് 2 ഹെഡ്ലൈറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഹെഡ്ലൈറ്റിൽ വല്ല ചളിയോ ഫോഗോ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്കത് നീക്കാൻ സാധിക്കും കേട്ടോ. ഇതൊരു ഫോഗ് ലാമ്പാണ് കേട്ടോ. ഫ്രണ്ട് ബമ്പറിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരൊറ്റ മോൾഡിങ്ങിലാണ് ഇതിൻ്റെ ഒരു ബമ്പർ വരുന്നത്. പ്ലാസ്റ്റിക് ടൈപ്പാണ്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഗ്രില്ലും കൂടെ വരുന്നുണ്ട്. ആ നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ചിരിക്കുന്നത് ഗാർണിഷും കൂടിയാണ്. അതിനൊരു ഭംഗി കൂട്ടുന്നുണ്ട് അതും കാണുന്ന സമയത്ത്. ഫ്രണ്ടേജ് നോക്കുന്ന സമയത്ത് ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് തന്നെയാണ് കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത്. ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 2 കട്ട് മാർക്ക് വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതും ഇതിന് ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു ഡിസൈനാണ് ഇതിൻ്റെ ഫെൻഡറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കട്ട് മാർക്ക് വരുന്നുണ്ട്. അത് ഫ്രണ്ട് ഡോറും കഴിഞ്ഞ് എൻ്റെ റിയർ ഡോറും കഴിഞ്ഞ് എൻ്റെ റിയർ പാനലിലൂടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. ഒരു ഡിക്കി സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതും ഇതൊരു സൈഡ് ഗാർഡാണ്. ആ ഒരു ഗാർഡ് നല്ല വലുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെയും അതേ രീതിയിൽ തന്നെയാണ് അതങ്ങനെ വരുന്നത്. അത് ഫ്രണ്ട് ഡോറും കഴിഞ്ഞ് റിയർ ഡോറും കഴിഞ്ഞ് റിയർ ആ ഒരു വീലാർച്ചിൻ്റെ ഒരു ഭാഗത്ത് ഒരു കട്ട് ചെയ്ത് 2 പീസായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതും നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മേലെ കാണാം ഒരു കട്ട് മാർക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ 2 കട്ട് മാർക്കാണ് ഈ ഒരു സൈഡായിട്ട് വരുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കാണാം ഇൻഡിക്കേഷൻ ലാമ്പ് ആ ഒരു പഴമയെ നിലനിർത്തിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ ഒരു മിററാണ്, അഡ്ജസ്റ്റബിളാണ്. അതിൻ്റെ വീല് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നല്ലൊരു അലൈവിൽ ഇതിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് 195/80 R15 അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടയർ തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്കാട്ടോ കാണാനായിട്ട്. ബ്ലാക്ക് കളറും കൂടി ആയപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ജിമിനി എന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡ് എഴുതിയിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡ് ആൾ ഗ്രിപ്പ് എന്ന് എഴുതിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഡോറിലും നമുക്ക് കാണാം അതിൻ്റെ ഒരു വൈപ്പർ ബ്ലേഡ് വന്നിട്ടുണ്ട്. അത് ഹീറ്ററോട് കൂടിയിട്ടുള്ളൊരു വൈപ്പർ ബ്ലേഡും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് ഹീറ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയായി കാണാൻ സാധിക്കും. അതിൻ്റെ സ്പെയർ വീല് നമുക്ക് ആ ബാക്ക് ഡോറിൽ തന്നെയാണ് അതിനെ പിടിപ്പിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മേലെ കാണാം സ്റ്റോപ്പ് ലാമ്പ്. അതിൻ്റെ മേലെയായിട്ട് ആ ഡിക്കി ഡോറിൽ തന്നെ കാണാം. അതിൻ്റെ തൊട്ടുപ്പുറം കാണുന്ന വൈപ്പറിൻ്റെ ഒരു സ്പ്രേയും കൂടി കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മേലെ റൈറ്റ് സൈഡായിട്ടാണ് അതിൻ്റെ FM ആൻറ്റിനി വരുന്നത്. അതും ഇതിനൊരു ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ. സിഗ്നൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ യൂണിറ്റിലാണ് കേട്ടോ അതിൻ്റെ എല്ലാ ലൈറ്റുകളും കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേഷൻ ലാമ്പ്, റിവേഴ്സ്, പാർക്ക് ഇതെല്ലാം ഒരൊറ്റ യൂണിറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ചില ചുരുക്കിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാം ഇതിൻ്റെ റിവേഴ്സ് സെൻസറാണ്. ഒരു സൈഡ് 2 എണ്ണം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 സെൻസർ ഇതിന് ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്പർ 3, ഓഫ് റോഡ് വെഹിക്കിളിൽ ഫസ്റ്റ് ടൈം തന്നെ 5 ഡോർ ഇറക്കി എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല കേട്ടോ, 5 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഉപരി അവരുടെ അത്രയും പേരുടെ ലഗേജ് നമ്മൾക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. ബാക്കിൽ അത്ര സ്പേസ് കൂടെയുണ്ട്. താറിന് അത് സാധ്യമല്ല കേട്ടോ.
ഇതിൻ്റെ ബാക്ക് ഡോറൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ നമ്മളെ ഹാൻഡിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്ന് വരും. വേറൊന്നുമില്ല, ചെറിയൊരു ടെക്നോളജിയാണ്. ആ ഡോറിൻ്റെ താഴെ ഒരു ഷോക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ തുറന്ന് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഡിക്കി സ്പേസാണ് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. 332 ലിറ്ററിൻ്റെ സ്പേസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ജാക്കി ലിവറൊക്കെ അവിടെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇളകാതിരിക്കാനുള്ളൊരു സ്പോഞ്ച് പോലുള്ളൊരു സാധനത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സീറ്റ് 2 ടൈപ്പിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആവശ്യാനുസരണം എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്കത് ചെയ്യാം. ഈ സീറ്റൊന്ന് നമ്മൾ മടക്കി ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റിൽ 2 ഹെഡ് റെസ്റ്റാണ് ഇതിൽ നിലവിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിലൊരു മൊബൈലിൻ്റെ ഒരു ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റും കൂടെ ഇതിന് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് അതിൻ്റെ ബട്ടണും കൂടി വരുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു ഡോർ പെഡലിൽ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പരുക്കനായിട്ടുള്ളൊരു ഹാൻഡിലാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ചെറിയ ബുക്കുകൾ വെക്കാൻ പാകത്തിന് ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഈ കാണുന്നത് സ്പീക്കറാണ് കേട്ടോ. 4 ഡോറിലായിട്ട് 4 സ്പീക്കർ വരുന്നുണ്ട്. ഇത് ഡ്രൈവർ സൈഡിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനുവൽ ഒരു ലിവറാണ്. ഇതിൻ്റെ ഡാഷ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മൊത്തം ബ്ലാക്കാണ് കേട്ടോ. ഇതിൽ വേറൊരു കളർ പോലും ഇതിൽ നൽകിയിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ സീറ്റും 4 ഡോർ പാഡ് ഇതെല്ലാം ഒരേ കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ തൊട്ട് താഴെ കാണുന്ന 2 സ്വിച്ച് ഉണ്ടോ, ഇത് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ബാക്ക് സൈഡിലെ പവർ വിൻഡിൻ്റെ സ്വിച്ചാണ്. അതിൻ്റെ തൊട്ട് മേലെ കാണുന്നത് ആ ഒരു പവർ വിൻഡിൻ്റെ ലോക്ക് കൂടിയാണ് കേട്ടോ. അത് ബാക്ക് സൈഡിലേക്ക് മാത്രമുള്ള ലോക്കാണത്. ഈ വാഹനത്തിൻ്റെ പവർ വിൻഡിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഡാഷ് ബോർഡിൻ്റെ ഏറ്റവും താഴെയാണ്. ഈ കാണുന്നതാണ് റൈറ്റ് സൈഡിലെ പവർ വിൻഡിൻ്റെ സ്വിച്ച്. തൊട്ട് ഇപ്പുറത്ത് കാണുന്നതാണ് പവർ വിൻഡോ ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച്. പാസഞ്ചർ സൈഡായിട്ട് പിടിക്കാൻ പാകത്തിന് ഒരു ഹാൻഡിൽ അവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഗ്ലോ ബോക്സും കൂടിയുണ്ട്. അത്യാവശ്യം ബുക്കുകൾ വെക്കാനും മാർച്ച് ബുക്കുകൾ വെക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് മേലായിട്ട് മൊബൈൽ വെക്കാനുള്ളൊരു സംഭവം കൂടി അവിടെ നൽകിയിട്ടുണ്ട്. നമുക്കതിൻ്റെ മേലെ റൂം ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധാരണ മാരുതി വാഹനങ്ങളിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് അതും കാണാൻ സാധിക്കുന്നത്. ഇത് റിയർ വ്യൂ മിററും അതൊരു മാനുവലായിട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. പിന്നെ സൺഗാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് സൺഗാർഡിൽ ഒരു ഗ്ലാസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫേസൊക്കെ നോക്കാനായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. ഡ്രൈവർ സൈഡ് സൺഗാർഡിലും സെയിം രീതിയിൽ തന്നെയാണ് ഇതിനെ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സെൻട്രലിലെ റൂം ലാമ്പും നമ്മൾക്ക് സാധാരണ വാഹനങ്ങളിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലും ജിമിനി ഒട്ടും പുറകിലല്ല. ഏകദേശം 6 എയർ ബാഗുകൾ ഇതിന് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ ഒരു എയർ ബാഗ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാസഞ്ചർ സൈഡിലുള്ള ആ ഡാഷ് ബോർഡിൻ്റെ സൈഡും ഒരു എയർ ബാഗ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു സൈഡിൽ തന്നെ പാനലിൽ ഒരു എയർ ബാഗ് നൽകിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് പാനലും ഒരു എയർ ബാഗ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാസഞ്ചർ സീറ്റിലും ഡ്രൈവർ സീറ്റിൻ്റെ പുറകുവശങ്ങളിൽ ഓരോരോ എയർ ബാഗുകൾ നൽകിയിട്ടുണ്ട്. മൊത്തം 6 എയർ ബാഗുകളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇത് സെൻട്രൽ ലൈറ്റിൻ്റെ ഒരു സ്വിച്ചാണ്, ആ റെഡ് കളറിൽ കാണുന്നത്. അതിലൊന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം സെൻട്രൽ ലൈറ്റ് കത്തിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ തൊട്ട് 2 വശങ്ങളിൽ കാണുന്നത് AC വെൻ്റാണ്. ഒരൊറ്റ മോൾഡിലായിട്ടാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത്. ആ ഡ്രൈവർ സൈഡ് തന്നെ റൈറ്റ് സൈഡ് നമുക്ക് കാണാം AC വെൻറ്റിൻ്റെ ഒരു സർക്കിൾ ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡും നമുക്ക് ഒരു അറ്റത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ടൈപ്പിലുള്ള ഒരു AC വെൻ്റ് തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ACൻ്റെ സ്വിച്ചാണ് കേട്ടോ. അത് നമുക്കത് ആവശ്യാനുസരണം ഓൺ ചെയ്യാം. AC ഓഫാണ് അതിൻ്റെ തൊട്ട് മേലെ കാണുന്ന സ്വിച്ച്. പിന്നെ അതിൽ നമ്മൾക്ക് മോഡാണ് കാണുന്നത്. നമുക്ക് ആവശ്യാനുസരണം ഏത് മോഡിലേക്കാണോ, പേസിക്കോ ഗ്ലാസ്സിലേക്കോ കാലിക്കോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അതും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ഓട്ടോമാറ്റിക് AC കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിലൊരു സെൻറ്റർ ബട്ടണിൽ നമ്മൾ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എത്രയാണോ അതിനനുസരിച്ച് നമ്മൾക്ക് AC കൂളാവുന്നതായിരിക്കും. അതുമാത്രമല്ല നമ്മൾക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റും ചെയ്യാം. നമ്മൾക്കിപ്പോൾ അത്ര ടെമ്പറേച്ചറിൽ നമ്മൾക്ക് കൂളിംഗ് ആവശ്യത്തിന് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഇതിൽ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ ടെമ്പറേച്ചറും കാൽക്കുലേഷൻ ചെയ്യാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഇതിൻ്റെ ഹീറ്റിംഗ് ആണ്. അത് വിൻഷീൽഡ് ഗ്ലാസ്സിലും അത് റിയർ ഗ്ലാസ്സിലും ഹീറ്റർ കൊടുക്കേണ്ട ഒരു സ്വിച്ച് കൂടിയാണ് അതിൽ. അത് നമ്മൾക്ക് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫാന് ആവശ്യാനുസരണം ഏതിലേക്ക് വെക്കേണ്ടത് ആ രീതിക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നതായിരിക്കും.
ഈ ഒരു ഓട്ടോമാറ്റിക് യൂണിറ്റിൻ്റെ ഏറ്റവും താഴെ വശമായിട്ട് കാണാൻ സാധിക്കും നമുക്ക് USB-യുടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ ഒരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. ഇത് പുഷ് സ്റ്റാർട്ടിംഗ് ആണ്. നമുക്കിത് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ സ്റ്റാർട്ടാവുന്നതായിരിക്കും. ഈ ഒരു സ്വിച്ചിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന ഒരു ബട്ടൺ കാണുന്നത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലെന്ന് കാണുന്നത് അത് ലെഫ്റ്റ് സൈഡ്, ആറെന്ന് കാണുന്നത് റൈറ്റ് സൈഡ്. അതിലേക്ക് നീക്കിയിട്ട് നമുക്ക് ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എന്ന് കണ്ടിട്ട് അതിലൊരു ഓഫ് എന്ന് കാണുന്ന ഒരു സ്വിച്ച് നമുക്ക് ഓട്ടോ ഓഫ് ഓണും ഓഫും ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് കൂടിയാണത്. ഇത് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചും കൂടി നൽകിയിട്ടുണ്ട്. 22.86 cm ടച്ച് സ്ക്രീനോട് കൂടിയിട്ട് നല്ലൊരു സ്മാർട്ട് പ്ലേ പ്ലസ് ആണ് ഇതിന് വരുന്നത്. നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയും കൂടി അവൈലബിൾ ആണ്. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ അതും കാണാനായിട്ട്. ആ റിവേഴ്സ് ക്യാമറ പിടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് താഴെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. സാധാരണ വാഹനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് സ്റ്റീരിംഗ് വീലിലും കാണാം. സ്റ്റീരിയോ നമുക്ക് സൈലൻ്റ് ആക്കി വെക്കാനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാട്ടുകൾ മാറ്റാനായിട്ട് അതിൻ്റെ ഒരു ആരോ മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുണ്ടെങ്കിൽ അത് മാറ്റാൻ ഒരു മോഡിൻ്റെ ഒരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വോയിസ് കൺട്രോളും കൂടെ ഇതിന് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്തിൻ്റെ ഒരു സ്വിച്ചും കൂടെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്യാൻസലിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്രൂയിസ് കൺട്രോൾ നമ്മൾക്ക് കൂട്ടാനും കുറയ്ക്കാൻ പാകത്തിനുള്ള ഒരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് സെൻറ്റർ. ഗിയറിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം CVT ഗിയർ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ P എന്ന് കാണുന്നത് സാധാരണ വാഹനങ്ങളിലെ പോലെ തന്നെ പാർക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ റിവേഴ്സ് എന്ന് പറയുന്നത് 6 ആണ്. N ന്യൂട്രൽ, D ഡ്രൈവ് ആണ്. 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗിയറിൽ മാത്രമേ ആ ഒരു വാഹനം പോവുകയുള്ളൂ. L എന്ന് പറയുന്നത് ലോ ആണ്. ഇതെല്ലാം ഏകദേശമുള്ള വാഹനങ്ങൾക്ക് കാണുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വീൽ ഡ്രൈവാണ്. 4H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വീൽ ഡ്രൈവാണ്. 4L എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീലും ഒരുപോലെ ഡ്രൈവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഗിയറും കൂടി ഇതിനെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ. എത്രത്തോളം ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡോർ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇതിലൊരു സ്പീക്കർ നൽകിയിട്ടുണ്ട്. ബാക്ക് 2 ഡോറിൽ സ്പീക്കറുണ്ട്. പരിക്കനായിട്ടുള്ളൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ പവർ വിൻഡോ സ്വിച്ച്. സാധാരണ വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ലോക്ക് തുറക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ബ്ലാക്ക് തന്നെയാണ് ബാക്ക് സീറ്റിലും കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം ഒരു 5 പേർക്ക് ടോട്ടലായിട്ട് ഇരുന്ന് പോകാൻ പറ്റും കേട്ടോ. ബാക്ക് സൈഡായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര. ഈ വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ ഓപ്പണർ വരുന്നത് ഡ്രൈവർ സൈഡ് തന്നെയാണ്. അതിലൊന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണറ്റ് ഓപ്പൺ ആവും. എന്തായാലും ഇഞ്ചർ റൂമും കൂടി നമ്മൾക്കൊന്ന് നോക്കാം. ബോണറ്റ് തുറന്ന് ഇഞ്ചർ റൂമിൽ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന ഒരു സാധനമാണ് വൈപ്പർ ടാങ്ക് എന്ന് പറയുന്നതിന്. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് കാണുന്നതാണ് ABSൻ്റെ കൺട്രോൾ യൂണിറ്റ് ആണ് ആ ഒരു സാധനം. 4 സിലിണ്ടറോട് കൂടിയിട്ടുള്ള ഒരു ഇഞ്ചനാണത്. അതൊരു 4 ഇഗ്നേറ്ററാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു മഞ്ഞ കളറിൽ കാണുന്നത് ഓയിൽ സ്റ്റിക്കാണ്. ഇഞ്ചൻ ഓയിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കും കൂടി ഇതിന് നിലവിൽ നൽകിയിട്ടുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കേസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് എയർ ഫിൽറ്റർ വരിക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് അതിൻ്റെ ബ്രേക്ക് ഓയിലിൻ്റെ ക്യാനാണ് അത് കാണുന്നത്. ഇത് ബാറ്ററി, ഇത് ECM ആണ് ഈ ഒരു വാഹനത്തിൻ്റെ തലച്ചോറ് എന്ന് പറയാം. ഈ കാണുന്നതാണ് റേഡിയേറ്റർ. അതിലൊരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു പച്ച ക്യാപ്പോട് കൂടിയിട്ട് കാണുന്നതാണ് അതിൻ്റെ റിസർവ് ടാങ്കാണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അതിൽ കൂളൻ്റ് ഫില്ല് ചെയ്യാം. അതിൽ മാർക്കുണ്ട്, മാക്സിമം ഫുള്ള് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്കതിൽ ഫില്ല് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ കീ ആണിത്. സാധാരണ മാരുതി വാഹനങ്ങളിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിനും കീ വരുന്നത്. വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ P മോഡിലാണ്. വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിക്കാൻ തുടങ്ങുകയാണ്.
നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട്. എഞ്ചിൻ സ്റ്റാർട്ടാണെന്ന് പോലും നമുക്ക് അറിയുന്നില്ല, അത്ര സോഫ്റ്റ് ആയിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബലീനോ, ഇപ്പോഴത്തെ ഒരു ബലീനോ നമ്മൾക്ക് ഓടിക്കുന്നത് എന്താണോ ആ ഒരു രീതിക്കാണ് എനിക്ക് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഫീൽ തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. ഈ ഒരു വാഹനത്തിന് ഫ്രണ്ട് സസ്പെൻഷൻ, റിയർ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് 3 ലിങ്ക് റൈഡ് ആക്സിൽ വിത്ത് കോയിൽ സ്പ്രിങ്ങോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓഫ് റൈഡ് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. നമുക്ക് ഒരു വാഹനം ഓടിക്കുന്നത് വലിയൊരു ഫീല് തോന്നില്ല, അത്ര രസകരമായിട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ജിമിനിയുടെ ടോട്ടൽ ലെങ്ത്ത് 3985 കേട്ടോ. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1645. ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് 1720 ആണ് കേട്ടോ. അത് വീൽ ബേസ് എന്ന് പറയുന്നത് ഇതിന് 2590 ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 210 ആണ്. അതേപോലെ തന്നെ മിനിമം ടേൺ റിഡ്യൂസ് എന്ന് പറയുന്നത് 5.7 ആണ്. ഇതിൻ്റെ ചേസിൻ്റെ ടൈപ്പ് ലാഡർ ഫ്രെയിമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കും റിയർ ബ്രേക്ക് ഡ്രം ടൈപ്പിലാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാഹനം പെട്രോൾ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ഇഞ്ചൻ ടൈപ്പ് K15B ആണ്. ഇഞ്ചിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1462 ആണ് കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ സ്ട്രോക്ക് എന്ന് പറയുന്നത് 74.0 ആണ്. അതുപോലെ തന്നെ മാക്സിമം പവർ 77.1 kW ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 134.2 ആണ് കേട്ടോ. അത് 4000 RPM ലാണ്. സാധാരണ പോലെ തന്നെ ഇതിൻ്റെ 4 സിലിണ്ടർ തന്നെയാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 40 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ഡിസ്ട്രിബ്യൂഷൻ നൽകുന്നത് മൾട്ടി പോയിൻ്റ് ഇഞ്ചക്ഷനാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 5 MT480 ആണ്. ഡ്രൈവ് സിസ്റ്റം ആൾ ഗ്രിപ്പ് പ്രോ വിത്ത് ലോ റേഞ്ച് ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 1545 കിലോ ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിന് വരുന്നത്. നമ്പർ 5, നമ്മളൊരു വാഹനം ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ മൈലേജാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് മൈലേജ് മാനുവൽ ട്രാൻസ്മിഷനിൽ പറയുന്നത് 16.95 ആണ് പെർ ലിറ്ററിൽ പറയുന്നത്. അതേപോലെ തന്നെ ATയിൽ പറയുന്നത് 16.39 ആണ് പെർ ലിറ്ററിൽ പറയുന്നത്. എന്നാൽ താറിലാണെന്നുണ്ടെങ്കിൽ പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. എന്നിരുന്നാലും ആ ഒരു വെഹിക്കിളിന് 10 താഴെ മൈലേജ് കിട്ടുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഒരു വാഹനം എങ്ങനെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 13-14 കിലോമീറ്ററിൻ്റെ മൈലേജ് ഷുവറായിട്ട് നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടുള്ളൊരു കേസ് തന്നെയാണ് കേട്ടോ. മാരുതിയുടെ ഏതൊരു വാഹനവും മൈലേജിൽ പുറകിലായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിനും നല്ല പോലെ മൈലേജ് ഉണ്ട്. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് പോലും അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു വാഹനത്തിനും അത്ര ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം കമ്പനി നിർമ്മിച്ചിരിക്കുന്നത്. ജിമിനി 6 മോഡലിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. സീറ്റ എന്ന് പറയുന്ന ഒരു വാഹനത്തിന് 12,74,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഇതിൽ ഏറ്റവും വില കൂടിയ വേരിയൻ്റാണ് നമുക്ക് ആൽഫ 80 ഡുവൽ, 14,95,000 രൂപയാണ്. ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 3 ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. നല്ലൊരു ഓഫറാണ് ഇപ്പോൾ നൽകുന്നത്. നമ്മളിത് ഇൻഡസ് മോട്ടോഴ്സിൻ്റെ ഒരു ഓഫറാണ് കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനും വാഹനം ബുക്ക് ചെയ്യാനായിട്ട് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.